പരിഷ്കരിച്ച ശാസ്ത്രമേള മാനുവൽ ഈ വർഷം നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനം. മാറ്റം അടുത്ത വർഷം മതിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തല മത്സരം പൂർത്തിയാക്കിയ ശേഷമുള്ള മാറ്റം മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. പിന്നാലെ അധ്യാപക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മീഡിയ വൺ ഇംപാക്ട്. ഗോപാൽ ശില സനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, അതായത് സ്കൂൾ തല മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരമൊരു പരിഷ്കരിച്ച മാനുവൽ എന്ന് പുറത്തു വരാനിരുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മീഡിയ വൺ വാർത്തയാക്കിയതിന് പിന്നാലെ അധ്യാപക സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷം നടപ്പാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതല്ലേ? അതെ ജിൽസി, തീർച്ചയായിട്ടും. കാരണം ഈ കലോത്സവ ശാസ്ത്രമേള മാനുവലുകൾ പുതുക്കുമെന്ന കാര്യം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം പുതുക്കൽ അല്ലെങ്കിൽ പരിഷ്കരണം നടന്ന സമയമാണ് വിദ്യാർത്ഥികളെ പ്രധാനമായും വലച്ചത്. കാരണം എല്ലാ സ്കൂളുകളിലും ഈ ഓണാവധി തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്കൂൾ തല ശാസ്ത്രമേള, പ്രവൃത്തി പരിചയ മേളകളെല്ലാം തന്നെ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട, ഉപജില്ലാ ഘട്ടത്തിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളെല്ലാം തിരഞ്ഞെടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി മേളയുടെ മാനുവൽ പുതുക്കിക്കൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് വരുന്നത്. ഈ ഉത്തരവ് പ്രകാരം 10 ഇനങ്ങൾ ഒഴിവാക്കുകയും 11 ഇനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളിലായിട്ടായിരുന്നു ഈ മാറ്റം ഉണ്ടായത്. ഇതോടുകൂടി തന്നെ പല വിദ്യാർത്ഥികൾക്കും, അതായത് നേരത്തെ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത, ഒഴിവാക്കപ്പെട്ട ഇനങ്ങളിൽ പങ്കെടുത്ത് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. കൂടാതെ പുതിയതായി ഉൾപ്പെടുത്തിയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇത് വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതാണെന്നും അധ്യാപകർക്ക് വലിയ ജോലിഭാരം ഉണ്ടാക്കുന്നതാണെന്നുമുള്ള തരത്തിലേക്കുള്ള ആരോപണം എല്ലാം തന്നെ വന്നു. മീഡിയ വൺ ഇത് സംബന്ധിച്ച വാർത്ത വിശദമായി തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് KST അടക്കമുള്ള ഇടത് സംഘടനകൾ പോലും സർക്കാരിനെ ഈ പരിഷ്കരണത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അടിയന്തരമായി ഈ മാനുവൽ ഇക്കൊല്ലം നടപ്പിലാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ പുതിയ മാനുവൽ പ്രകാരമുള്ള പരിഷ്കരണം നടപ്പിൽ കൊണ്ടുവന്നാൽ മതിയെന്നും, നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ മേളകൾ നടക്കുന്നത് ആ തരത്തിൽ തന്നെ നിലവിലുള്ള ഇനങ്ങൾ തന്നെ ഉൾപ്പെടുത്തി പുതിയവ ചേർക്കാതെ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം ഒക്ടോബർ മാസം തന്നെ ഉപജില്ലാ മേളകൾ നടക്കുമെന്നും, നിലവിലെ രീതി എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള 10 ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇനങ്ങൾ ഒന്നും തന്നെ ചേർക്കാതെ സാധാരണ രീതിയിൽ എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ തന്നെ പരിപാടികൾ നടത്തി മുന്നോട്ട് പോകാം എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് അടുത്ത വർഷത്തേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. പരിഷ്കരിച്ച ശാസ്ത്രമേള മാനുവൽ ഈ വർഷം നടപ്പിലാക്കേണ്ട എന്നൊരു തീരുമാനം വന്നിരിക്കുകയാണ്. മീഡിയ വൺ ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെ അധ്യാപക സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം. ഗോപാൽ ശില സനൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.